നൂർ ജലീല എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ കോ ആക്ടേഴ്സ്, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു പരസ്യചിത്രത്തിൽ വളരെ അതിൽ സാധാരണ കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവർ. പക്ഷെ അവരെക്കാളൊക്കെ സ്മാർട്ടായിട്ടും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നത് ഈ കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് എവിടെയും ഇതിനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഈ പരസ്യചിത്രത്തിൻ്റെ ഓർമ്മ വന്നത്. പൊളിച്ചു കേട്ടോ. അതും വയലും വായിക്കുന്ന കുട്ടിയാണ്, മ്യൂസിക്കുണ്ട്, സംഗീതമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരു സംഗീതവും താളവും കണ്ടെത്തുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷവും എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് നൂർ ജലീലെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയത്, അവൾക്ക് ഒരു പുതിയാപ്പിളയുണ്ട്. എനിക്ക് ജീവിതത്തിലൊരു ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളികളാണ് ഏറ്റവും വലിയ മഹാമനസ്കർ. അവരാണ് മനുഷ്യത്വ സ്നേഹം കണ്ടെത്തുന്നത്. ഇത് പക്ഷേ ചില നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് കണ്ണങ്ങോട്ടിരിക്കുന്നോ മുഖം ഇങ്ങോട്ടിരിക്കുന്നോ നടക്കുന്നോ എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്ന പുരുഷന്മാരായി ഈ നാട്ടിലുള്ളത്. കാരണം നിറം പോരാ, വണ്ണമില്ല, കണ്ണില്ല, മൂക്കില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇവരിതൊന്നും പ്രശ്നമായിരുന്നില്ല. അവളുടെ മനസ്സാണ് നമ്മൾ കണ്ടത്. നമുക്കാർക്കും തോന്നാത്തത് തോന്നുന്നവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും. മമ്മൂക്കയോടൊപ്പം വരെ മുഖം കാണിച്ച പരസ്യ ചിത്രങ്ങളിലെ അഭിനേത്രി, അകം നുറുങ്ങിയവരോട് പ്രചോദക പ്രസംഗങ്ങൾ നടത്തുന്ന പ്രഭാഷക. For me in my life, I would say that I am happy to be born this way because I am able to do a lot more things in my own way. മമ്മൂക്കയോടൊപ്പം ആഡ് ഫിലിമിൽ അഭിനയിച്ചു എന്ന വീഡിയോയിൽ കണ്ടപ്പോൾ മമ്മൂക്കയുടെയും നൂറിൻ്റെയും എക്സ്പ്രഷൻ ഞാനേ കണ്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്നെനിക്ക് മനസ്സിലായി. എല്ലാവരുടെയും മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു. കൈകാലുകൾക്ക് വളർച്ചയില്ലാതെ ജനിച്ചിട്ടും ചിത്രകാരിയും ഗായികയും മോട്ടിവേഷണൽ സ്പീക്കറും സാമൂഹ്യ പ്രവർത്തകയുമായി മാതൃക സൃഷ്ടിച്ച നൂർ ജലീല ഈ വർഷത്തെ വനിതകൾക്കുള്ള ഫീനിക്സ് പുരസ്കാര ജേതാവ്. നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് നൂർ ജലീലയെ ക്ഷണിക്കാം. നൂർ. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി നൂർ ജലീല വേദിയിലേക്ക്, പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയെ ക്ഷണിക്കുന്നു. വരൂ. ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയെ ക്ഷണിക്കുന്നു. ഇനി നമുക്ക് നൂർ ജലീലേക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. പക്ഷെ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നു മമ്മൂക്കയുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഞാൻ തലകറങ്ങിയൊക്കെ വീഴുമെന്ന്. തലകറങ്ങി വീഴാറായോ? എന്താണ് അവസ്ഥ നൂർ? തലയിറങ്ങി വീഴാനായിട്ടില്ല, പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ വീഴും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ കൈരളി ജീവിനോടും അതിൻ്റെ സംഘാടകരോടും വളരെയധികം സ്നേഹം ഉണ്ട്. എനിക്ക് ഇന്നേറെ സന്തോഷം. അതേപോലെ തന്നെ ഞാൻ അടിപൊളിയാണെന്ന് ഒന്നുകൂടി എനിക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു സുദിനമാണെന്ന്. ഒരു 2 കൊല്ലം മുമ്പാണ് സ്റ്റേപ്പ് റോബോട്ടിക്സ് ആൻഡ് എൻജിനീയറിങ്ങിൻ്റെ ആഡിലും മമ്മൂക്കാൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരുന്നത്. ആ ആഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് പ്രഷർ കുറഞ്ഞ് പാനിക്കടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പിട്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സന്തോഷം വന്ന തലയിറങ്ങി വീണൊരു സ്വഭാവം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും, അടിപൊളി ആയിരിക്കും എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജനിച്ചതിന് ശേഷം കുട്ടീനെ കാണണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു,
എൻ്റെ മോളല്ലേ എനിക്ക് കാണണ്ടേന്ന് ചോദിച്ചു. ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഇപ്പം മിസ്സായി പോകുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെങ്കിലും എൻ്റെ ഉപ്പ അവിടെ സ്ട്രോങ് ആയതുകൊണ്ട് എനിക്കിന്ന് ജീവിക്കാൻ പറ്റി. ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടോ ആ ഒരു നിലയിൽ എത്തിയതിന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ ഇത്താത്താക്കും ഭയങ്കര വലിയൊരു പങ്കുണ്ട്. ആ ഉമ്മേനെ ഉപ്പേനെ ഞങ്ങൾക്കും കൂടി ഒന്ന് കാണണം. വേദിയിലേക്ക് വരാമോ? ഇത്താത്തയുണ്ട്. ഇത്താത്തയും വരൂ. ഇവരാണെന്ന് നൂറ് ഇവിടെ നിൽക്കാനുള്ള കാരണക്കാർ. അവർക്ക് കൊടുക്കണം നിറഞ്ഞ കൈയടി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹാസി എന്നാണ് പേരും. അപ്പം ഞാൻ നിങ്ങളെ ആളോട് ഇടയ്ക്ക് ചോദിക്കും, എനിക്ക് വല്ല കയ്യും കാലും ഉള്ള പെൺകുട്ടീനെ കെട്ടിയാൽ പോരെ, വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് എന്നെ തന്നെ കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഹാജി പറയാറുള്ളത്, എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കയ്യില്ല കാലില്ല എന്നൊന്നും തോന്നാറില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമാണ്, സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത എല്ലാ പ്രയാസങ്ങളോടും ഒഴിവാക്കിയ ആളുകളോടും നോവിച്ച മനുഷ്യന്മാരോടും എല്ലാവരോടും സ്നേഹം. കാരണം നിങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ആ തീ കത്തിച്ചത്.